ഹലോ നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവരും, സാറേ പരീക്ഷയൊക്കെ കഴിഞ്ഞോ, ഇനി എന്താ പരീക്ഷ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇരിക്കുകയാണ്. പരീക്ഷകൾ തീരുന്നില്ല. ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരു സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, പരീക്ഷകളുടെ കേരള PSC ഇങ്ങനെ പരീക്ഷ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉടനെ തന്നെ പല പല നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് LD ക്ലർക്കിൻ്റെ കട്ട് ഓഫ് അറിഞ്ഞിട്ട് പഠിക്കാം ഇല്ലേ. അടുത്ത LDക്ക് വേണ്ടി 2027 LDക്ക് വേണ്ടി ഈ കഴിഞ്ഞ LDയുടെ കട്ട് ഓഫും അതുപോലെ തന്നെ അറിഞ്ഞ് നമുക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എത്ര മാർക്ക് നമ്മൾ നേടിയാൽ എന്നുള്ളൊരു ധാരണ നമ്മളിലേക്ക് എത്താൻ സാധിക്കും. അതായത് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഇത്ര മാർക്കിന് അപ്പുറം എനിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറം എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പഠനം ഉയർത്തിക്കൊണ്ട് വരേണ്ട കാലഘട്ടമാണ് ഇനിത് അല്ലേ. വളരെയധികം രീതിയിലുള്ള കോമ്പറ്റീഷനാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫുകൾ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റൂ. റാങ്ക് ലിസ്റ്റ് വെറുതെ ഇടം നേടിയിട്ട് കാര്യം 10,000 1000 ഉദ്യോഗാർത്ഥികളുള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുമ്പോൾ ആദ്യത്തെ 100-ന് മുകളിലാണെങ്കിൽ, 100-നപ്പുറമാണ് എങ്കിൽ, 1 മുതൽ 100 വരെയുള്ള റാങ്കിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ജോലി കിട്ടും. അതായത് നിങ്ങൾക്ക് ഉറപ്പിച്ചു വെക്കാം, ഈ വർഷം ഞാൻ അവിടെ തന്നെ ഉണ്ട്, ഈ വർഷം എൻ്റേതാണെന്നുള്ള രീതിയിൽ 2028 നിങ്ങൾക്ക് ഉറപ്പിച്ചു വെക്കാൻ സാധിക്കും. 2027 LD വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാകും എന്നുള്ള പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇനി എത്ര ദിവസങ്ങളും കൂടി ഉണ്ടെന്ന് നമുക്കറിയില്ല. എത്ര ദിവസങ്ങളും ഉണ്ടാവും, ഇനി അത് ദിവസങ്ങളില്ല. ഈ മാസം ഇനി എത്ര ദിവസങ്ങളുണ്ട്, അത് കഴിയുമ്പോൾ ഈ വർഷം 2025 തീരാൻ എത്ര നാളുകളുണ്ട്. ഫാസ്റ്റായിട്ടുള്ളൊരു സിലബസ് അല്ലേ ഉള്ളത്. ആ സിലബസ് പഠിച്ച് റിവിഷനൊക്കെ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ പഠനം ഇന്ന് തന്നെ ആരംഭിക്കണം. ആ പഠനം ഇന്ന് ആരംഭിക്കണമെങ്കിൽ ആദ്യമായി അറിയേണ്ടത് കട്ട് ഓഫുകൾ എത്രയാണെന്നാണ്. ഈ കട്ട് ഓഫ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എത്രമാത്രം നമുക്ക് ആ ഒരു കട്ട് ഓഫിനുള്ളിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് എത്ര ലക്ഷം ആളുകൾ എഴുതുന്ന പരീക്ഷയാണ് അല്ലേ. എന്നാൽ PSC നിശ്ചയിക്കുന്ന ആ കട്ട് ഓഫിനുള്ളിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. മനസ്സിലായില്ലേ. അതിലൊരു ഉദ്യോഗാർത്ഥിയാകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് തന്നെ അറിഞ്ഞ് തന്നെ പഠിച്ചേ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കട്ട് ഓഫ് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 72.67 ആയിരുന്നു എന്തുള്ളത് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പം 72.67 എന്നുള്ള ആ മാർക്കിന് എബോ നിങ്ങളൊരു മാർക്ക് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളിൽ ഒന്നാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. കാരണം ഒരുപാട് സർക്കാർ ഓഫീസുകളുള്ള ഒരു ജില്ലയാണ്. അതാണ് അത്രയും കോമ്പറ്റീഷനാണ് പറയുന്നത്. അത്രയും നല്ല രീതിയിൽ വാശിയേറിയ ഒരു മത്സരം തിരുവനന്തപുരം ജില്ലയിൽ നടന്നു, ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നടന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ ഉയർന്ന കട്ട് ഓഫ് തന്നെ. 72.67 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫിന് മുകളിൽ നിങ്ങളൊരു മാർക്ക് വാങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ സുഖമായ ഒരു LD ക്ലർക്ക് എന്നുള്ള തസ്തികയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് 58.33 ആണ്. കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് എത്ര വന്നു? 58.33 എന്നുള്ള രീതിയിലാണ് കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് 72.6, കൊല്ലത്ത് 58.33, പത്തനംതിട്ടയിലും സിമിലറായിട്ടുള്ള സമാനമായിട്ടുള്ളൊരു കട്ട് ഓഫാണ് 58.33. പിന്നീട് അല്പം ഉയർന്ന കട്ട് ഓഫ് വന്നത് ആലപ്പുഴ ജില്ലയിലാണ് 62.67. കോട്ടയം ജില്ലയിൽ 64.67. അതുപോലെ ഇടുക്കി ജില്ലയിൽ 62.33. എറണാകുളം ജില്ലയിൽ 67.67. അതായത് നിങ്ങളൊരു 70-ന് ഉപരിയായിട്ട് 70-ന് കൂടുതലൊരു മാർക്ക് മേടിച്ചാൽ മാത്രമേ LDയിൽ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ മാറി. അതായത് 100-ൽ 100 മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-ൽ 100 എന്നുള്ള മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് സർക്കാർ ജോലി, ഉറപ്പാണ് LD ക്ലർക്കായിട്ടുള്ള ജോലി കിട്ടണമെങ്കിൽ 100-ൽ 100 എന്നുള്ളൊരു എയിം തന്നെ വെക്കുക. ക്ലിയർ ആണല്ലോ. ആ 100-ൽ 100 എന്നുള്ളൊരു എയിം നിങ്ങൾ മുന്നിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ നോക്കി തൃശ്ശൂർ 60.33 ആണ് കട്ട് ഓഫ്. എത്രയാണ്?
60.33 തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത്. പാലക്കാട് ജില്ലയിൽ 64, മലപ്പുറം ജില്ലയിൽ 66, കോഴിക്കോട് ജില്ലയിൽ 69.33, വയനാട് ജില്ലയിൽ 67.67, കണ്ണൂർ 57, കാസർഗോഡ് 59.33. നമുക്ക് ഈ ഒരു പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം 70-ൽ കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളൊരു ജില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ജില്ലയേ ഉള്ളൂ, തിരുവനന്തപുരം ജില്ല മാത്രമേ ഉള്ളൂ 70 മാർക്കിൽ കൂടുതൽ ഒരു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. എന്നാൽ 60-ന് മുകളിൽ, അതിൽ നമുക്ക് 65-ന് മുകളിൽ കട്ട് ഓഫ് വന്നിട്ടുള്ള ജില്ലകൾ എറണാകുളം ജില്ലയുണ്ട്, അതുപോലെ കോഴിക്കോട് ജില്ലയുണ്ട്, വയനാട് ജില്ലയുണ്ട്. ഈ 3 ജില്ലയിലും 60-ൽ 65-ന് മുകളിൽ കട്ട് ഓഫ് വന്നിട്ടുള്ള ജില്ല. അതിൽ എറണാകുളവും കോഴിക്കോട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ജില്ലകളാണ്. നല്ല രീതിയിൽ സർക്കാർ ഓഫീസുകളുള്ളൊരു ജില്ലയാണ് ഈ 2 ജില്ലയും. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളിലൊന്നുമാണ്. പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഇതായിപ്പോയി. കാരണം കൂടുതൽ കുറവ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നൊരു ജില്ലയാണ്. ആ കുറവ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയാൽ പോലും ഇത്രയ്ക്ക് ഉയർന്ന രീതിയിലൊരു കട്ട് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ട്, അവിടെ നല്ല രീതിയിൽ മത്സരം ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാറുവാണ്, പ്രവണതകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ പാറ്റേൺ മാറ്റത്തിന് ശേഷം നടന്നിട്ടുള്ള 2ാമത്തെ LD ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ മാറ്റത്തിൽ പോലും കുട്ടികൾ അല്ലെ ഉദ്യോഗാർത്ഥികൾ ആ ഒരു പടി കടന്ന് കയറിയിട്ടുണ്ടെന്നുള്ള രീതി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2027-ലെ LDയിലേക്ക് വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പാറ്റേൺ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ 60-ന് മുകളിൽ വന്നിട്ടുള്ളത്, 60-നും 65-നും മുകളിൽ വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, പാലക്കാട്, മലപ്പുറം, അതായത് 1, 2, 3, 4 ജില്ലകൾ. മലപ്പുറം ജില്ലയിൽ 65-ന് മുകളിൽ വന്നിട്ടുള്ളൊരു ജില്ലയാണ് കേട്ടോ. മലപ്പുറം ജില്ല 65-ന് മുകളിൽ വന്നിട്ടുള്ള ജില്ലയാണ്. അപ്പം പാലക്കാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ല, ആലപ്പുഴയിലൊക്കെ ഒരു ചരിത്രത്തിലെ വലിയൊരു LDയുടെ കട്ട് ഓഫ് സ്കോർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവിടെയും നല്ല രീതിയിൽ മറ്റു ജില്ലകളിലേക്ക് വരും തോറും ഓഫീസുകൾ കുറഞ്ഞു വരുന്ന ജില്ലയിലേക്ക് വരും തോറും കട്ട് ഓഫ് കുറഞ്ഞു വരുന്ന ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ്, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമായിട്ടാണ് ഏകദേശം 55-ന് മുകളിൽ കട്ട് ഓഫ് വന്നിട്ടുള്ള ജില്ല. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ ഇപ്പം മുതലേ പഠനം ഇന്ന് തുടങ്ങുവാണെങ്കിൽ ഏത് ജില്ലയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഉൾബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ഒരു ഉൾബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ പഠനം തുടങ്ങേണ്ടത്. ഇപ്പോൾ ഞാനൊരു നല്ല രീതിയിൽ പഠിക്കുക, എനിക്കൊരു 100-ൽ 80-ൽ കൂടുതൽ മാർക്ക് മേടിക്കാൻ ത്രാണിയുള്ളൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ, 150% ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങും നോക്കേണ്ട തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുക. ആ പറയുന്ന പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു 75-ന് മുകളിലൊരു കട്ട് ഓഫിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ എത്രയും പെട്ടെന്ന് തന്നെ 2027 LD പരീക്ഷ കഴിഞ്ഞ് അതിന് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസ് മെമ്മോ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. കാരണം അത്രയ്ക്ക് നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കട്ട് ഓഫുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇന്ന് നിങ്ങൾ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാനുള്ള അതിർവരമ്പുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നേ ഉള്ളൂ, ആ കിടങ്ങിൻ്റെ വീതി കുറഞ്ഞു വരുന്നേ ഉള്ളൂ. കാരണം എത്രയോ വേഗത്തിൽ ചാടിക്കിടക്കുന്നവന് മാത്രമേ അത്രമേൽ വിജയം ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം അതിനായിട്ട് AIZB അക്കാഡമിക്ക് മിഷൻ LDC 2027 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ജോലി കാത്തിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അതായത് ഒരുപാട് റിട്ടയർമെൻറ്റുകൾ നടക്കാൻ പോകുന്ന വർഷമാണ് 2027-28 കാലഘട്ടം. ആ റിട്ടയർമെൻറ്റുകൾ നടക്കുമ്പോൾ ഈ പറയുന്ന നിലവിലുള്ള LD ലിസ്റ്റിൽ നിന്നും പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവുമായിരിക്കും. കാരണം പലർക്കും ഇതിനെ തുടർന്ന് വന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഒക്കെ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ ഇപ്പം നടന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് എക്സാമിൽ അവർ പലരും റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടവരായിരിക്കും. ഇതിനേക്കാൾ ബെറ്റർ ജോബ് അങ്ങോട്ട് കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഒഴിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വലിയൊരു
റിട്ടയർമെൻറ്റ് വർഷവും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് മക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് മുതൽ നിങ്ങൾ പഠനം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LD ക്ലർക്ക് എന്ന് പറയുന്ന സ്വപ്ന തുല്യമായിട്ടുള്ള ജോലി നിങ്ങളുടെ കൈവെള്ളയിലിരിക്കും. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ എക്സാം എന്നാണോ തീരുന്നത് അന്ന് വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്. ഏകദേശം ഒരു 1.5 വർഷത്തിനുള്ളിൽ എക്സാം നടക്കും. 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സുദീർഘമായിട്ടുള്ള യാത്രയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ സുദീർഘമായിട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നിടം വരെ ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. കൃത്യമായി തരുന്ന ഡെയിലി സ്റ്റഡി പ്ലാനിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എന്ന് നടക്കുന്നിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് വളരെ സമയം കുറവ് തന്നെയാണ്. ഒരു LD എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ കുറഞ്ഞ സമയം, അതായത് വാസ്റ്റായിട്ടുള്ള സിലബസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതലായിട്ട് പഠിച്ചെടുക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ആ ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് മാറുക. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ LD ക്ലർക്ക് എന്ന് പറയുന്ന ജോലി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതിനുവേണ്ടി തക്ക രീതിയിൽ ഉതകുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ ലൈവും റെക്കോർഡഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലൈവിലൊക്കെ മാത്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് മാറും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം കഴിഞ്ഞ 2020 മുതലുള്ള പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുള്ള മുതലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അതിൽ ഡിഗ്രി ലെവലെന്നോ +2 ലെവലെന്നോ LD ലെവലെന്നോ 10th ലെവലെന്നോ ഒരു ഇല്ലാതെ എത്രമാത്രം ജനറൽ PSC എക്സാം നടന്നു അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പഠിപ്പിച്ച് അതിനനുബന്ധ പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാറിയിരിക്കും. 150% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്ന് മുതൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ LD കഴിഞ്ഞു അടുത്ത LD വരെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും കറണ്ട് അഫെയർ രീതിയിൽ ചോദിക്കാം. ആ കറണ്ട് അഫെയർ കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഡെയിലി കറണ്ട് അഫെയർ ബൂസ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്ന് പോയിരിക്കും. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ടായി. നമ്മുടെ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ വിലയിരുത്താൻ വേണ്ടി ഞങ്ങളുടെ ഒരു ടീം തന്നെ സജ്ജമായിട്ടുണ്ട്. ആ ടീമിൽ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ മെൻറ്റേഴ്സ് നിങ്ങളെടുക്കെ ആ മെൻറ്ററിനോട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ആ മെൻറ്റർമാർ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ മെൻറ്റേഴ്സ് ചെയ്തു തരികയും ചെയ്യും. അതുപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠന കാലയളവ് തീർക്കുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നീടുള്ള സമയങ്ങളെല്ലാം നമ്മുടെ റിവിഷനാണ്. ആ റിവിഷൻ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് മാറിയിരിക്കും. അതുപോലെ വളരെ ദീർഘമായിട്ടുള്ള യാത്ര, 1.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്രയാണ്. അത് നിങ്ങൾ അഡ്വൈസിലേക്കൊക്കെ വരുമ്പോൾ വലിയൊരു യാത്രയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ പിന്നിൽ നിന്ന് ചവിട്ടാനും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നു പോവുകയാണ് എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം. അവിടെ സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷൻസും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്ന സ്പെഷ്യൽ ഫീച്ചറും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. മെൻറ്റേഴ്സിനൊപ്പം ഒക്കെ ഇരുന്ന് നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി, നിങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റഡീസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു വലിയൊരു ആദ്യമായിട്ട് ഒരു കാര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ കമ്പൈൻഡ് സ്റ്റഡി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം എക്സാം വരെയാണ് വാലിഡിറ്റിയിൽ ഏറ്റവും വലിയൊരു ഓഫർ. ജോലി കിട്ടിയിട്ട് ബാക്കി ഫീസ് നിങ്ങൾ തന്നാൽ മതി. എത്രയാണോ ഫീസ് അതിൻ്റെ പകുതി നിങ്ങൾ ജോലി കിട്ടിയിട്ട് തന്നാൽ മതി. അത്രയ്ക്ക് കോൺഫിഡൻസോട് കൂടിയാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ LD ക്ലർക്ക് ആകണം, 2027 LDയിലെ ലിസ്റ്റിൽ ആദ്യത്തെ 10 പേരിൽ ഒരാൾ ഞാനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നേരെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ ടീം പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. സോ നമുക്ക് പഠിക്കാം, ജോലി വാങ്ങാം. നിങ്ങൾക്കൊപ്പം എന്നും AZB അക്കാഡമി ഉണ്ടാകും. ഓക്കെ, ബൈ.